നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിസിനസ് സ്ഥാപനം തുടങ്ങിയവരോ ഇനി വരുന്ന ദിവസങ്ങളിൽ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പോകുന്നവരോ ആണോ? എങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കൈക്കുഞ്ഞിനെയാണ്. ശരിക്കും കുഞ്ഞിന് ആവശ്യമുള്ളത് ഒരിക്കലും ചോദിച്ചു വാങ്ങാറില്ല. കുഞ്ഞിന് അറിയില്ല എന്താണ് അവൻ ആവശ്യമുള്ളതെന്ന്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കുഞ്ഞിന് ആദ്യം കൊടുക്കേണ്ടത് പാലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് കുഞ്ഞിന്റെ വളർച്ചയിൽ മാറ്റങ്ങൾ വരും. അതിനനുസരിച്ചുള്ള ആഹാരം നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കും. പക്ഷെ ഒരിക്കലും കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ആഹാരമാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് നമുക്കറിയുമോ? ഇല്ല. കുഞ്ഞിനത് പറയാൻ അറിയില്ല. കുഞ്ഞിന്റെ വളർച്ചയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഒരു പക്ഷെ ചോദിച്ചു വാങ്ങിയേക്കാം. അവൻ വാങ്ങുക തന്നെ ചെയ്യും. അതുപോലെയാണ് നമ്മുടെ ബിസിനസ് സംരംഭങ്ങൾ. അതിന്റെ വളർച്ചയുടെ തുടക്കം നമ്മൾ ഏത് ബിസിനസ് സ്ഥാപനമാണോ തുടങ്ങുന്നത്, എന്ത് സാധനമാണ് നമുക്ക് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ശരിയായിട്ടും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോ ഓരോ മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ബിസിനസ്സിന് കച്ചവടം കുറവായിരിക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ ആദ്യ സമയങ്ങളിൽ നമുക്ക് വന്നേക്കാം. ആ സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. കാരണം വളർച്ചയുടെ തുടക്കം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെ കയറി വരേണ്ടവരാണ്. തുടക്കം നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതി ഇട്ടിട്ട് പോകാൻ നിന്നാൽ ആ ബിസിനസ് സംരംഭത്തെ നമുക്ക് വലുതാക്കിയെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല.